ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മനസ്സാവളോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ബെഡൊക്കെ ഒന്ന് അടിപൊളിയാക്കിയതിന് ശേഷം നമ്മളിതാ ജനലൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രാവിലത്തെ ഒരു മോർണിംഗ് ലൈറ്റ് ഉണ്ട് കേട്ടോ, സൺ ലൈറ്റ് നല്ല രസമാണ്, നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതായത് ആ ഒരു പ്രകാശം കൊണ്ട് അടിക്കുമ്പോൾ എന്തോ ഒരു എനർജി കിട്ടിയ പോലെ അല്ലേ. പിന്നെ നമ്മൾ ജേർണൽ ചെയ്യാൻ പോയി. ജേർണലിനൊന്നും പറയാൻ പറ്റില്ല ഗൈസ്, കുറേ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനാണ് ഞങ്ങളോട് ജേർണൽ എന്ന് പറയുന്നില്ല. അങ്ങനെ ഒന്നുമല്ല ഗൈസ്, കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ സാധനങ്ങൾ ഒട്ടിക്കുന്നതിനാണ് ജേർണൽ എന്ന് പറയുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഇന്നലെ പ്രിൻറ്റ് ചെയ്തതാണ്, സ്റ്റിക്കർ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് ജസ്റ്റ് ഒട്ടിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മുടെ മലയാളികളുടെ ഏറ്റവും റെഡി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചായ ഗൈസ്. ചായ കുടിച്ചു കൊടുത്ത് ഒരു പാർലർ ബിസ്ക്കറ്റും കൂട്ടി അടിച്ചു. താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഇതാ നമ്മുടെ പൂച്ച ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടത് വിശ്വസിക്കുന്നില്ലേ. ഒരെണ്ണം അതിൽ നടപ്പുണ്ട്, അതിന് ഭയങ്കര ജാട ഗെസ്. ഇതാണ് നമ്മുടെ രണ്ട് പൂച്ചകളും. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ കാണാൻ നക്കുന്ന ഈ ഒരു പൂച്ചയുടെ പേരാണ് ചോട്ടി, ഈ ഒരു ഇതിൻ്റെ പേരാണ് മുട്ടി. പിന്നെ ജസ്റ്റ് ആ ഒരു സൺലൈറ്റ് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങി ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങാണ്. അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടിക്കാണ് പോണത്. അപ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ട് കസിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ചേട്ടൻ കേട്ടോ, ഭയങ്കര ഷോ ആണല്ലോ എന്തായാലും ഇത്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ആ കോളേജിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്, എന്തോ ഭയങ്കര രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ബാക്ക് ടു ഹോമാണ്, നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഗീസ്. അവരൊക്കെ പോയിട്ടോ, അവർ വേറെ വഴിക്കൂടെയാണ് പോയത്. പിന്നെ ഇതാണ് നമുക്ക് കിട്ടിയത് ട്രോഫിയും സർട്ടിഫിക്കറ്റും ഗീസ്. എല്ലാ പിള്ളേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് സന്തോഷം. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയ ശേഷം എനിക്ക് കുറച്ച് സയൻസ് പഠിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇങ്ങനെ പഠിച്ചു. ഇനി നാളെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കൂൾ തുറക്കുമല്ലോ, അതെല്ലാ ദിവസവും ഉള്ളതല്ലേ, അല്ലാണ്ട് വെക്കേഷനൊന്നും അല്ല ഗൈസ്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഇടാണ്. അൺട്രൈൻ ചെയ്തിട്ടിടുന്നതേ ഉള്ളൂ, പഠിക്കൊന്നുമില്ല, അത് വേറെ കാര്യം. എന്തായാലും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഉണ്ട്, ചിലപ്പം അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടു. ഇനി കുറച്ചൊക്കെ ആദ്യം തൊട്ട് റീഡ് ചെയ്തു ബുക്കൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂട്യൂബ് എടുത്തു, ടി വിക്കകത്ത് യൂട്യൂബ് എടുത്ത് ഒരു ഇങ്ങനെ വീഡിയോസൊക്കെ. ആദ്യം എനിക്ക് ചെറുപറാന്ന് വരുന്നു, എല്ലാം പുതിയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴേക്കാണ് ഞാൻ മറ്റേ ഇതുണ്ടല്ലോ, എൻ്റെ പേരെന്തായിരുന്നു, കോക്കോ ഗൈസ്. നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്, ഈ ജിസ്മി ഹോട്ട്സ്റ്റാറിലുണ്ടല്ലോ, അതിന് കാണണേ. അത് കഴിഞ്ഞിരുന്നപ്പോഴാണ് നമുക്ക് നൂഡിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നൂഡിൽസ് അമ്മയോട് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി തന്നാണ്. അങ്ങനെ അതും ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് അങ്ങ് കഴിച്ചു ഗൈസ്. എന്തായാലേ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് എഴുതാനുണ്ടായിരുന്നു, കുറച്ച് എന്താ പറയുക, വേദം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇംഗ്ലീഷിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് എഴുതാനുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഡയറിയിലൊക്കെ നല്ല മാർക്ക് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തോ ഒരു ഇതുകൊണ്ട് ഒരു മൂഡ് വന്നങ്ങ് എഴുതി ഗീസ്. പിന്നെ നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ചോറും കിട്ടി, അതിൻ്റെ അടിപൊളിയായിട്ടുള്ള ചിക്കനും കിട്ടി ഗീസ്. എന്തായാലേ ഇതൊക്കെ തന്നെ മതി നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.